ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ പ്രേക്ഷകരെയും കർത്താവായ യേശു ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവ നീ എന്നോട് കോപിച്ചു, നിന്റെ കോപം മാറി നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസം എടുത്ത അതേ ദിവസം, അന്നാളിൽ, ആ ദിവസം, വരുവാനുള്ള ദിവസം, ന്യായവിധിയുടെ ദിവസം, സിംഹാസനമത്തലത്തിൽ അതേ ന്യായം വിധിക്കുന്ന ആ ദിവസം, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, വേദോദസ്തത്തിൽ അനേക ഭാഗങ്ങളിൽ ആ ദിവസം, ആ നാൾ, ആ കഴിഞ്ഞ നാൾ, വരുവാനുള്ള നാൾ, അങ്ങനെ പലതും നമുക്ക് കാണുവാൻ സാധിക്കും. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, നിൻ്റെ വചനമായി നിൽക്കുമ്പോൾ അവിടുന്ന് ജനത്തോട് ഇടപെടണമേ. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. കുടുംബ മണ്ഡലങ്ങൾ, വ്യക്തി മണ്ഡലങ്ങളിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറുവാൻ കൽപ്പിക്കുന്നു. കുടുംബത്തെ അസമാധാനങ്ങൾ കൊണ്ടുവരുന്ന പൈശാചിക മണ്ഡലങ്ങൾ മാറട്ടെ. ചില വ്യക്തി മണ്ഡലങ്ങൾക്കുള്ള വർഷങ്ങളായുള്ള ചില പെൻഡിങ്ങുകൾ സ്വർഗം അവിടുന്ന് ചില നന്മകൾ ഒരുക്കിയിരിക്കുന്ന മുടങ്ങിപ്പോയ ചില നന്മകൾ സ്വർഗം ചില വ്യക്തിമണ്ഡലങ്ങൾക്ക് ഇപ്പോൾ അത് കൊടുക്കുവാൻ അതിൻ്റെ മേൽ കർത്താവ് ഇടപെട്ട കൃപയ്ക്കായി നന്ദി പറയുന്നു. അനേക പെൻഡിങ്ങുള്ള വ്യക്തിമണ്ഡലങ്ങളുണ്ട്. പൈസ കിട്ടുവാൻ, ഫൈനാൻസ് മേഖലയിൽ തകർച്ചയിൽ, ബിസിനസ് മേഖലയിൽ തകർച്ചയിൽ അനേക പെൻഡിങ് കിട്ടുവാനുള്ള ചില വ്യക്തിമണ്ഡലങ്ങൾ അത് പ്രവചന ആത്മാവെ കൽപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ അത് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ കരങ്ങളിൽ വരട്ടെ. അൽഹേബോറാന്തനിയ അത് അങ്ങനെ തന്നെ കർത്താവ് ചെയ്ത കൃപയ്ക്കായി നന്ദി പറയുന്നു. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. വചനമായി നിൽക്കുമ്പോൾ കർത്താവെ നീ ഇടപെടണമേ, അവിടുന്ന് സംസാരിക്കണം. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അന്നാളിൽ ന്യായവിസ്താരത്തിന് മുന്നിൽ നിൽക്കാതിരിക്കുവാൻ നീ മറ്റുള്ളവനെ ആദരിക്കുന്നവനായി, അതിൻ്റെ അപ്പുറമായി ദൈവത്തിൻ്റെ വചനം നീ പാലിക്കുന്നവനായി മാറണം. ഒന്ന്, നീ ദൈവത്തെ ആശ്രയിക്കുന്ന മനുഷ്യനായി മാറുവാൻ സാധിക്കണം. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിൻ്റെ ആശ്രയം ആ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയിലായിരിക്കണം. നീ അങ്ങനെ സ്ഥാപിച്ചാൽ നിനക്ക് അതേ ഒരു ഭാഗ്യമുള്ള മനുഷ്യനായി മാറുവാൻ സാധിക്കും. ജയഘോഷമറിയുന്ന ജനം ഭാഗ്യവാൻ. യഹോവേ, അവർ നിൻ്റെ മുഖപ്രകാശത്തിൽ നടക്കും. അതേ, അന്നാളിൽ നീ ഇന്ന് മുഖപ്രകാശത്തിൽ നടക്കണമെങ്കിൽ നീ യേശു കർത്താവിൽ ആശ്രയിക്കുന്നവനായി, യേശു ക്രിസ്തുവിൽ കരുതുന്നവനായി, യേശു ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന വ്യക്തിയായി മാറണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ഓരോ പ്രേക്ഷകരെയും കർത്താവ് വചനമുഖാന്തരം അനുഗ്രഹിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, മറ്റൊരുവനിലും രക്ഷയില്ല. ജീവന്റെ നാഥനെ സ്വീകരിക്കൂ, ജീവന്റെ ദൈവത്തെ കണ്ടിടുക, ജീവന്റെ ഉറവിടം അറിഞ്ഞിടുക, ജീവന്റെ നാഥനെ അറിയുക നിങ്ങൾ, ജീവന്റെ നാഥനെ സ്വീകരിക്കൂ, ജീവന്റെ ദൈവത്തെ കണ്ടിടുക. പാവകുലത്തിൽ കിടന്നു മനുഷ്യനെ, പാവക്കരയിൽ നീ വീഴരുതേ. നിന്റെ പാപം കഴുകിടുവാൻ കാൽവരിയിൽ രക്തം ചിന്തി, ജീവന്റെ നാഥനെ സ്വീകരിക്കൂ, ജീവന്റെ ദൈവത്തെ കണ്ടിടുക, ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, ജീവന്റെ നാഥനെ
അറിയുക നിങ്ങൾ, ജീവന്റെ നാഥനെ സ്വീകരിക്കൂ, ജീവന്റെ ദൈവത്തെ കണ്ടിടുക. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അന്നാളിൽ നീ ന്യായവിസ്താരത്തിൽ നിൽക്കുവാൻ ഇടവരാതിന് നീ ന്യായവിസ്താരത്തിൽ നിൽക്കുന്നവനായല്ല, അതേ ആ ചെമ്മരിയാടിനെ പോലെ ആ നിത്യതയിൽ നിൽക്കുവാൻ, അന്നാളിൽ നീ ന്യായവിസ്താരത്തിൽ നിൽക്കുവാതിരിക്കുവാൻ ആ യേശു കർത്താവിനെ നീ രക്ഷിതാവായി സ്വീകരിക്കുവാൻ, നീ ആ യേശുവിൻ്റെ വചനം അനുസരിക്കുവാൻ, അവൻ്റെ വചനം പാലിക്കുവാൻ തയ്യാറെടുക്കുന്നുവെങ്കിൽ നീ അന്നാളിൽ അതേ നിത്യസൂര്യനായ അസ്തമിക്കാത്ത ആ ക്രിസ്തുവാകുന്ന ആ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ നിനക്ക് വസിക്കുവാൻ സാധിക്കും. അന്ന് ആ ദൈവത്തെ നിനക്ക് സ്തോത്രം ചെയ്യുവാനും നന്ദി പറയുവാനും സാധിക്കും. അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവേ, നീ എന്നോട് കോപിച്ചു, നിന്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതാ ദൈവം എൻ്റെ രക്ഷ, യഹോവയായ ഹായ് എൻ്റെ ബലവും എൻ്റെ ഗീതവും ആയിക്കൊണ്ട് അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നീ ലോകത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. നീ ദൈവത്തിൽ ഭയപ്പെട്ട, ദൈവത്തിൽ ആശ്രയിച്ചാൽ നിനക്ക് നിത്യതയിൽ അതേ യുഗയുഗങ്ങളായി വസിക്കുവാൻ സാധിക്കും. വേദപുസ്തകം പറയുന്നത് അന്നാളിൽ ഇനി സംഭവിക്കുവാനുള്ള ഒരു സംഭവമുണ്ട്. മലാക്കി പ്രവചനം അതിൻ്റെ 4-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അന്നാളിൽ അതെ നടക്കുവാൻ പോകുന്ന സംഭവമാണ്. അന്നാളിൽ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളെ ഒക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരെയും തള്ളിയിടുകയും വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പില്ലാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുൾ ചെയ്യുന്നു. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങളോ, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങളോ, നീ കർത്താവിൻ്റെ നാമത്തെ ഭയപ്പെട്ടാൽ, കർത്താവിൻ്റെ വാക്ക് അനുസരിച്ചാൽ, അത് എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതിസൂര്യൻ തൻ്റെ ചിറയിൻ കീഴിൽ രോഗശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളുടെ പുറപ്പാട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസം ദുഷ്ടന്മാർ നിങ്ങളുടെ കാൽക്കിഴിയിൽ വെണ്ണീറായിരിക്കൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടിക്കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുൾ ചെയ്യുന്നു. ഞാൻ ഹോറേബിൽ വെച്ച് എൻ്റെ ഇസ്രായേലിനു വേണ്ടി എൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരിക്കുന്ന ന്യായപ്രമാണവും ചട്ടങ്ങളും വിധികളും ഓർത്തുകൊള്ളുവിൻ. യഹോവയുടെ ഭയങ്കരവും വലുതുമായ നാൾ വരുന്നതിനു മുമ്പേ ഞാൻ നിങ്ങളുടെ ഏലിയ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാരതാണ്ഡവം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളുടെ ഹൃദയം അപ്പന്മാരോട് നിരപ്പിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഈ ഭൂമിയും ആകാശവും കാണുന്ന സകല വസ്തുക്കളും മനുഷ്യൻ ഇന്ന് ധനത്തിനു വേണ്ടി ഓടുകയാണ്. എങ്ങനെയെങ്കിലും കുറേ ധനമുണ്ടാക്കണമെന്ന് ഓടുന്ന ധനവാന്മാരെ, അയ്യോ നിങ്ങൾക്ക് കഷ്ടം. ഈ കാണുന്ന ഭൂമി മുഴുവനും, ഈ കാണുന്ന ആകാശമണ്ഡലങ്ങൾ മുഴുവനും, ഇന്ന് കാണുന്ന ഈ മുഴുവനും അമ്പരചുംബിയായ കെട്ടിടങ്ങൾ മുഴുവനും ഒരു നാൾ കത്തിപ്പോകുന്ന ദിവസമുണ്ട്. അന്നാൾ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരിയൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും തള്ളിയിട്ടേക്കും. വരുവാനുള്ള ആ ദിവസം വരും, കൊമ്പ് ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുൾ ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ധനവാനെ, അന്നാളിൽ നീ ഈ ന്യായവിസ്താരത്തിൽ വരാതെ, ഈ ന്യായവിധിയിൽ കടക്കാതെ, അതേ നീ ദൈവത്തിൻ്റെ വചനത്തെ കീഴ്പ്പെട്ട് അനുസരിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ന്യായവിധിയിൽ കൂടാതെ അതേ ആ യുഗയുഗങ്ങളായി ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിനക്ക് വാസം ചെയ്യുവാൻ സാധിക്കും. അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവ നീ എന്നോട് കോപിച്ചു, നിന്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. കർത്താവ് എൻ്റെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അതെ
ദൈവം ഈ ഭൂമിയെയും ഈ കാണുന്ന മുഴുവനെയും അതേ തീക്കായി വെച്ചിരിക്കുകയാണ്. ഇന്ന് ലോക രാജ്യങ്ങളുടെ കൈകളിൽ അതേ ഓരോ രാജ്യത്തിനും 20 ഭൂമിയെ നശിപ്പിക്കുവാനുള്ള അണ്വായുധങ്ങളുണ്ട്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഈ കാണുന്ന ഭൂമണ്ഡലത്തെ മുഴുവനും അത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസമുണ്ട്. അന്നാളിൽ, വരുവാനുള്ള നാളിൽ, വരുവാനുള്ള ന്യായവിസ്താര നാളിൽ നിങ്ങൾ ഈ കേൾക്കുന്നവരാരും ന്യായവിസ്താരത്തിൽ നിൽക്കുന്നവരായല്ല. അതെ, അക്രിസ്തുവാകുന്ന ആ യേശു ക്രിസ്തു പണിയുന്ന ആ പുതിയ ഭവനത്തിലേക്ക് അതെ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയി ഒരു ഭവനം ഒരുക്കിയിട്ട് അതെ ഞാൻ നിങ്ങളെ ചേർത്ത് കൊള്ളുവാൻ ഞാൻ വീണ്ടും മടങ്ങി വരുമെന്ന് പറഞ്ഞ കർത്താവ് ആ ഒരുക്കുന്ന ആ നല്ല ഭവനത്തിൽ ഈ കേൾക്കുന്ന ഓരോരുത്തരും നഷ്ടപ്പെടാതെ എല്ലാവരും ആ നിത്യതയിൽ വസിക്കുന്നവരായി, ആ നിത്യതയിൽ വാസം ചെയ്യുന്നവരായി, ആ നിത്യതയിൽ കർത്താവ് പണിയുന്ന യേശു കർത്താവ് പണിയുന്ന ആ ഭവനത്തിൽ വസിക്കുന്നവരായി മാറട്ടെ. അതിനാൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ കീഴ്പ്പെടുന്നവരായി മാറുവാൻ സാധിക്കട്ടെ. ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ യഹോവയെ നീ എന്നോട് കോപിച്ചു, നിന്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ പ്രയാസത്തോടെ ജോലിയില്ല ഭാരപ്പെടുന്നു എന്ന് പറയുന്ന അനേക സഹോദരന്മാർ എന്നോട് പറയുന്ന അവസ്ഥകളുണ്ട്. അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അനേകർക്ക് ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, അനേകർ ഇൻ്റർവ്യൂ കഴിഞ്ഞവർ, അതുപോലെ അങ്ങനെ ടെസ്റ്റുകൾ കഴിഞ്ഞവരുണ്ട്, PSC ടെസ്റ്റ് എഴുതിയ വ്യക്തികളുണ്ട്. അവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ അനുസരിക്കുന്നത് പോലെ അവർ ഹൃദയത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് അതേ ജോലികൾ യേശുവിൻ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പ്രവചന ആത്മാവിൽ കൽപ്പിക്കുന്നു. ചില കുടുംബ മണ്ഡലങ്ങളിൽ കാലുമുട്ടുവേദന, നടുവേദന, അങ്ങനെയുള്ള രോഗാവസ്ഥകൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രോഗാത്മാക്കൾ വിട്ടുമാറട്ടെ. പൂർണ്ണമായി സൗഖ്യത്തെ കൽപ്പിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരുതൽ ആ രോഗബന്ധനത്തിന്മേൽ കർത്താവേ നിന്റെ കരം സ്പർശിച്ച് ആ ജനത്തെ എല്ലാം നീ വിടിവിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ. ദി ഹോളി സ്പിരിറ്റ് ചേമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ പ്രേക്ഷകരും കർത്താവ് ഇനി കാണുവാൻ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങളുണ്ട്. അവരെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.